ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കിഡ്സിന് ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു കിഡ്സ് കിങ്ഡം എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു പാർക്കിലേക്കുള്ളൊരു ഒരു ട്രാവൽ വ്ലോഗ്. അപ്പൊ എൻ്റെ 2 കിഡ്സിനും ഇതൊരു സർപ്രൈസ് വിസിറ്റ് ആണ്. അവരിത് നല്ല സുഖ ഉറക്കമാണ്, അറിഞ്ഞിട്ടില്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന കാര്യം. ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ, അല്ലരീൻ പാർക്ക് നമ്മൾ സൂവിൽ പോകുന്ന ഒരു വീഡിയോ, അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഇത്. ഞങ്ങൾ അന്ന് സൂവിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ഇങ്ങോട്ടാണ് പോകുന്നത്. ആ സമയത്ത് മക്കള് വണ്ടി കിടന്ന് ഉറങ്ങി, അവരുടെ അടുത്ത് പറഞ്ഞില്ല. സോ ഞങ്ങളിവിടെ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇത് കിഡ്സിന് ഒത്തിരി ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ അകത്തോട്ട് പോകുന്നു. എന്തായാലും എൻ്റെ കിഡ്സിന് ഒരുപാട് ഇഷ്ടമാവും. ബാക്കി നമുക്ക് വിശേഷങ്ങളൊക്കെ അകത്ത് കയറിയിട്ട് കാണാം. പാർക്കിൽ പോവാൻ കണ്ണയ്യി അതോ വീട്ടിൽ പോണോ? സർപ്രൈസ്. വീട്ടിൽ പോവാന്നാണ് വിചാരിച്ചേ. അപ്പം നിങ്ങൾ ഉറങ്ങി, എന്നാൽ പിന്നെ ഒരു സർപ്രൈസ് തരാമെന്ന് കരുതി. ഇഷ്ടമായാ? അകത്ത് പോവാം. സോ അപ്പോൾ ഇതാണ് കിഡ്സ് കിങ്ഡം എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ എൻട്രൻസ് ഇതാണ്. എൻട്രൻസിൽ കയറുമ്പോൾ തന്നെ ദേണ്ടേ കറക്കി മറിക്കുന്നുണ്ട്. കിഡ്സ് കിങ്ഡം എന്നാണ് പേരെങ്കിലും ഇവിടെ കിഡ്സിന് മാത്രമല്ല റൈഡുകളിൽ മുതിർന്നവർക്ക് കയറാൻ പറ്റുന്ന റൈഡ്സും ഉണ്ട്. ഞങ്ങൾ ഫസ്റ്റ് കയറിയത് ഈ ഒരു ബിൽഡിങ്ങിനകത്താണ്. ഇതിൽ നല്ല തീരെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ പുറത്ത് കണ്ടു കഴിഞ്ഞാൽ റൈഡുകളിലൊക്കെ ഏജ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ഗെയിംസിലാണെങ്കിൽ അങ്ങനെ ഏജ് റെസ്ട്രിക്ഷൻസ് ഇല്ല. കുഞ്ഞു കുട്ടികൾക്കും കളിക്കാൻ പറ്റുന്ന കുറച്ച് റൈഡുകളും ഗെയിം സോണാണ് കൂടുതൽ ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിനകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത് നമ്മളൊരു കാർഡ് റീചാർജ് ചെയ്ത് അല്ലെ മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ എന്ന്. അപ്പം ഞങ്ങൾ കാർഡ് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണെന്ന് അന്വേഷിച്ച് പുറത്തോട്ട് ഇറങ്ങുവാണ്. ഞങ്ങളുടെ റിഫാൽ ലുലുവിൻ്റെ മുകളിലും ഒരു കിഡ്സ് കിങ്ഡം ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഞങ്ങൾക്ക് അവിടുത്തെ ഒരു കാർഡ് ഉണ്ട്. അപ്പോൾ അത് മതിയാവോ ഇവിടെയും? കാരണം ഇതും സെയിം പേരാണ്, കിഡ്സ് കിങ്ഡം എൻ്റർടൈൻമെൻറ്റ് എന്ന് തന്നെയാണ് ഇതിൻ്റെയും പേര്. അപ്പോൾ ആ കൊടുത്തേക്കുന്ന കാർഡിൻ്റെ സെയിം ഇമേജ് ഉള്ള ഒരു കാർഡാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ ഈ കൗണ്ടറിൽ വന്ന് തിരക്കിയപ്പം ഓക്കെ ആ കാർഡ് മതി, അതിൽ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് റൈഡിൽ കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ മോള് ഫസ്റ്റ് റൈഡിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. എന്താണെന്നറിയില്ല, അവൾക്ക് ഈ വക കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഈ അഡ്വഞ്ചറസ് റൈഡുകളിൽ എങ്ങനെയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ പണ്ട് തൊട്ടേ ഇതൊക്കെ ഭയങ്കര പേടിയാണ്. എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. പിന്നെ ഈ ജൈൻ വീലിൽ കയറിയിട്ട് കരഞ്ഞിറങ്ങിയ ഇൻസിഡൻറ്റ് എൻ്റെ മോൾ ഇപ്പോഴും പറഞ്ഞ് കളിയാക്കും. അവളും അവളുടെ അച്ഛനും ഇപ്പോഴും ചേട്ടൻ അതിൽ കയറാൻ പോകുന്നുണ്ട്. അവളും ചേട്ടനും കൂടെ ജൈൻ വീലിൽ കയറി കറങ്ങി. ഞാൻ അവിടെ മുകളിലെത്തിയപ്പോൾ കയറി വിളിച്ചിട്ട് ഫസ്റ്റ് റൗണ്ട് ആയപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞ് നിർത്തി ഇറങ്ങിയ ആളാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ ചേട്ടന് മോള് പോകുന്ന കണ്ടിട്ട് ഇരിക്കാൻ പറ്റാതെ കടൽസിനും പോകാമെന്ന് പറഞ്ഞത് കൊണ്ട് കയറിയിരുന്ന് കറങ്ങാൻ പോയേക്കുക. പോരുന്നോ എൻ്റെ കൂടെ എന്ന് ചോദിച്ചിട്ടാണ് പോയത്. പക്ഷേ കനിയുടെ ഈ ഏജിന് ഇത് അലൗഡല്ല. അപ്പോൾ കനീൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഞാൻ എസ്കേപ്പായി നിൽക്കുന്നത്. കാരണം അവളെ വെച്ചുകൊണ്ട് നിൽക്കാൻ ഒരാൾ വേണമല്ലോ. അല്ലാണ്ട് എനിക്ക് ഈ ഹൈറ്റും കൂടെ പേടിയായതുകൊണ്ടല്ല കേട്ടോ. കണ്ണകീൻ്റെ അടുത്ത ആഗ്രഹം ഈ ഊഞ്ഞാലിൽ കയറണമെന്നാണ്. വെറും ഊഞ്ഞാലല്ല, പറക്കുന്ന ഊഞ്ഞാല. ഇതിപ്പോൾ ഇരുന്ന് പറക്കുമോ അതോ കരയുമോ എന്ന് കണ്ടറിയാം. അവൾ എന്നെ പോലെ അല്ലാത്തതുകൊണ്ട് കരയാൻ ചാൻസ് ഇല്ല. തരക്കേടില്ലാത്ത രീതിയിൽ അത്യാവശ്യം നല്ല സ്പീഡിലാണ് കറങ്ങുന്നത്. ഇറങ്ങുമ്പോൾ അറിയാം ഇനി ഇതിൽ കയറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഈ പിള്ളേർക്ക് തല ഇറങ്ങുമോ ഇങ്ങനെ ഇരുന്ന് കറങ്ങിയാൽ?
അവളുടെ ഈ ചിരിയുടെ പിന്നിലെ രഹസ്യം അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അവളുടെ അച്ഛൻ തന്നെയാണ്. കണ്ണമ്മയുടെ ഈ വക ആഗ്രഹങ്ങൾക്കെല്ലാം അവളുടെ കൂടെ കട്ടക്കി നിൽക്കുന്നത് മറ്റാരുമല്ല, അവളുടെ അച്ഛൻ തന്നെയാണ്. അവൾ പറയേണ്ട താമസം ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും അച്ഛൻ അപ്പം തന്നെ സാധിച്ചു കൊടുക്കും. ആൻഡ് അതിൽ കണ്ണകി ഷീ ഈസ് സോ ലക്കി ടു ഹാവ് എ ഫാദർ ലൈക്ക് ദിസ്. ഫൈനലി കനിക്കൂട്ടിന് കയറാൻ പറ്റുന്ന ഒരു റൈഡ് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഇനി അവർ ട്രെയിൻ യാത്ര പോയിട്ട് വരട്ടെ. ബൈ ബൈ. ട്രെയിൻ സ്റ്റേഷൻ വിടാൻ സമയമായി. സീറ്റ് ബെൽറ്റൊക്കെ ഉള്ള ട്രെയിനാട്ടോ. കിലുക്ക സിനിമയിൽ രേവതി മാം വന്നിറങ്ങുന്ന ട്രെയിൻ എനിക്കിതിൽ ഓർമ്മ വരുന്നുണ്ട്. തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴു ഇതെന്താ ഈ കാണിക്കുന്നത്? എനിക്ക് തോന്നുന്നു കണ്ണകി ഏറ്റവും അധികം എൻജോയ് ചെയ്തത് ഈ ഏരിയ ആണെന്ന് തോന്നുന്നു. കനിക്കൂട്ടനിതേ ഇതിൽ കയറണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആൾക്ക് തന്നെ പോകാനൊരു മടിയാണ്. അച്ഛൻ വാ, അമ്മ വാ, ചേച്ചി വാ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴും ഞങ്ങൾ കൂടെ നിന്നത് കാരണം ഈ ഒരു ഇതിൽ അവളെ തന്നെ വിടാമെന്ന് വിചാരിക്കുകയാണ്. കാരണം ഞങ്ങൾ കിഡ്സ് കിങ്ഡത്തിൽ ലുലുവിൽ പോയാലും അവിടെ കനിയുടെ ഏജിലുള്ള പ്ലേ ഏരിയയിൽ കയറി കഴിഞ്ഞാൽ ഞാൻ കൂടെ കയറണം. അവിടെ ഒരു ബൈസ്റ്റാൻഡർ കണക്ക് ഒരാളില്ലാതെ അവർ അലോ ചെയ്യില്ല. അതുകൊണ്ട് എവിടെ പോയാലും ഞങ്ങൾ ആരെങ്കിലും ഒരാൾ എപ്പോഴും കൂടെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഇതിനകത്തോട്ട് കണ്ണകിയെ വിട്ടില്ല, കനീനെ മാത്രമാണ് ആക്കി വയ്ക്കുന്നത്. അപ്പോൾ അവൾ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ തന്നെ ഇരുന്ന് കയറുന്നത്. അതിൻ്റേതായ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. അവൾ ഒന്നും ചെയ്യുന്നില്ല, ബോളൊന്നും തൊടുന്നില്ല, അങ്ങോട്ട് ഇരുത്തിയെടുത്തുനിന്ന് അനങ്ങുന്ന പോലുമില്ല. അപ്പോൾ ഞാൻ തള്ളി എഴുന്നേക്ക് പോകുന്നു. കാരണം ഇതിനെല്ലാം ടൈം ലിമിറ്റ് ഉണ്ട്. ആ ടൈം കഴിയുമ്പോഴത്തേനും അവർ കളിച്ചാലും കളിച്ചില്ലെങ്കിലും ഇറക്കി വിടും. അപ്പോൾ കണ്ണകിയും പറയുന്നുണ്ട്, കനി മൂവ് ഗോ ഓൺ, പ്ലേ ഓൺ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കനി അനങ്ങുന്നില്ല. അവസാനം അവിടെ നിന്ന് ആ ചേച്ചി, സെക്യൂരിറ്റി ചേച്ചി, ആ ചേച്ചി കനീനെ തൂക്കിയെടുത്ത് അപ്പുറത്തെ സൈഡിൽ കൊണ്ടിരുത്തിയിട്ട് അവരിങ്ങനെ പറയുന്നുണ്ട് ബോൾ പുഷ് ചെയ്യുമെന്ന്. അങ്ങനെ കനി ഒരുവിധം ഒന്ന് ട്രാക്കിലായി തുടങ്ങിയിട്ടുണ്ട്.
നല്ല രീതിയിലുള്ള സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് കനിക്ക്. അവൾക്കറിയില്ല അവൾ എന്താ ചെയ്യുക എന്നുള്ളത്. ബോൾ എടുത്തൊക്കെ എറിയുന്നുണ്ട്. അവിടെയുള്ള 2 കുട്ടികൾ അവിടെ നന്നായിട്ട് മറിയുന്നുണ്ട്. പക്ഷേ കനി ഭയങ്കര സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. ഐ തിങ്ക് ഷീ ഈസ് വണ്ടറിങ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് ഹർ. ഓക്കെ, കനി ഒരു ട്രാക്കിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ഷീ വിൽ ബി ഫൈൻ. അവൾ ഒരു പേടിച്ചിരിക്കുന്നത് കണക്ക്. എനിക്കാണെങ്കിലോ ഈ ഗെയിം കണ്ടിട്ട് എന്താ തോന്നുന്നത്, നമ്മൾ വിറകടുപ്പുണ്ടല്ലോ, വിറകടുപ്പിൽ നമ്മളെന്താ ഇപ്പോൾ ഉദാഹരണത്തിന് ചോറുണ്ടാക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, താഴെ വിറക് കൊടുക്കും അല്ലേ, ആ ഒരു അടുപ്പിനകത്ത് നമ്മൾ വിറവ് കൊടുക്കും. ഈ പൈപ്പ് കൊണ്ടോ ബോൾസ് ഇങ്ങനെ മുകളിലോട്ട് കയറുന്നതാണ്. അതിൽ നിന്ന് നമ്മൾ കഞ്ഞി വെക്കുന്ന ആ കലമുണ്ടല്ലോ, അതിൽ വെള്ളം തിളയ്ക്കുന്നു. വെള്ളം തിളച്ച് നമ്മൾ അടച്ച് വെച്ചേക്കുമായിരിക്കുമല്ലോ. അടച്ച് വെള്ളം തിളയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, അടപ്പ് മാറി വെള്ളം തിളച്ച് തൂവും. അത് കണക്ക് ബോൾ ഇതേ തിളച്ച് തൂവുന്നു. എനിക്ക് സെയിം ആ ഒരു പ്രൊസീജിയറാണ് തോന്നുന്നത്. താഴെക്കൂടെ നമ്മൾ വിറക് നീക്കുന്നു, വെള്ളം തിളച്ച് തൂവുന്ന കണക്ക് ബോൾ തൂവുന്നുണ്ട്. അപ്പോൾ കനിക്കിപ്പോൾ ഒരുവിധം ടെക്നിക്ക് പിടികിട്ടി. സോ ഷീ ഈസ് ട്രൈയിങ്. അവൾ ആ ബോൾസ് അകത്തോട്ട് നീക്കി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പുള്ളിക്കാരി ഒന്ന് ട്രാക്കിലെത്തി കളിച്ചു തുടങ്ങിയപ്പോൾ ദേ അതിൻ്റെ സമയം കഴിഞ്ഞു. കൊച്ചിനെ എടുത്തുകൊണ്ട് വീട്ടിലോട്ട് പൊക്കോളം പറഞ്ഞു ദേ ഞങ്ങൾ കനീനെ തൂക്കി അവിടെ നിന്ന് ഇറങ്ങി. ഹലോ ഗൈസ്, ഒത്തിരി എൻജോയ് ചെയ്ത ഡേ ആണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഡേ ഇഷ്ടപ്പെട്ടായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.